ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി എഗ് റൈസാണ്. സാധാരണ വെക്കണ ചോറന്നെയാണ് കേട്ടോ, നൂർജഹാൻ്റെ അരിയാണ്. ഈ ഐറ്റം ഞാൻ കിച്ചണിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യും. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ ഡാൽഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡാൽഡ കുറച്ച് തണുത്തായിരുന്നു, അതിങ്ങനെ ഉരുക്കി വരട്ടെ. ചൂടായ എണ്ണയിലേക്ക് പട്ട ചേർത്ത് കൊടുക്കാം. കറുവാപ്പട്ട, ചെറിയ കഷ്ണം പട്ടയാണ്. ഇനി അതിലേക്ക് 6 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. 5 ഏലക്കയുടെ തരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. എല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും, 1.5 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കും. 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. എല്ലാം നന്നായി വഴറ്റി കൊടുക്കണം. 1.5 കപ്പ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി മുട്ടിച്ചെടുക്കാം. സവാള മൂത്ത് കിട്ടി. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് ചേർത്തത്. തക്കാളി നന്നായി വെന്ത് കിട്ടാൻ നമുക്ക് മൂടി വെക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലക്കൂട്ടിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വേണം മുട്ട ഇളക്കി കൊടുക്കാൻ കേട്ടോ. വല്ലാണ്ട് കുത്തി ഉടച്ചു കൊടുക്കരുത്. മുട്ടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ചോറിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. മസാലക്കൂട്ടുകളെല്ലാം നന്നായി പിടിച്ചിട്ടില്ലെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇടയ്ക്ക്. 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. തൈരും മുട്ടയും ഒന്നിച്ച് ചേരില്ല എന്ന് പറയും. അത് വേണ്ടാത്തവരും ഒഴിക്കണ്ട കേട്ടോ. ഇത് ഇടയ്ക്കൊക്കെയല്ലേ ഉണ്ടാക്കുള്ളൂ. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. മല്ലിയില വിതറി കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറാം.
ഈ മുട്ടച്ചോറ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. വീഡിയോ കണ്ടവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.